ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ്. ഞാനും എൻ്റെ ഫാമിലിയും നമ്മളിന്ന് അന്നദാനത്തിന് പോവുകയാണ്. പാമ്പറം വിഷ്ണു നടയിൽ. കഴിഞ്ഞ വർഷം അന്നദാനത്തിന് ലാസ്റ്റായിട്ട് പോയാണ്. ഇക്കൊല്ലം ആദ്യത്തെ അന്നദാനത്തിന് പോവുകയാണ് പാമ്പറം വിഷ്ണു നടയിൽ. അന്നദാനത്തിൻ്റെ സുഖം വേറെയാണ്. പാമ്പറം വിഷ്ണു നടയിൽ 10 ദിവസത്തെ ഉത്സവമുണ്ട്. 9 ദിവസവും അന്നദാനമുണ്ട്. സൂപ്പർ അന്നദാനമാണ്. ഇത് ഇരുത്തിയാണ് കൊടുക്കുന്നത്. അതാ നമ്മൾ പാമ്പറം ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ട് മുകളിലാണ് ESI മെഡിക്കൽ കോളേജ്. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മളിതാ പാമ്പറം വിഷ്ണു നടയിൽ എത്തിയിരിക്കുകയാണ് അന്നദാനം കഴിക്കാൻ. ഇതാണ് വിഷ്ണു നട. ഇതാ ആൾക്കാർ നിൽക്കുന്നുണ്ട്. വരിയിൽ നിന്നാണ് പോകേണ്ടത്. വരിയിൽ നിൽക്കുകയാണ്. അപ്പോൾ കൊച്ചും ചേട്ടത്തിയും എൻ്റെ പെണ്ണും അവിടെ പോയി ഇരിക്കുന്നു. ഇതാ വരി നീങ്ങാൻ നേരത്ത് എൻ്റെ പെണ്ണ് വന്നു. നമ്മൾ വരിയൊക്കെ നീങ്ങി ഇതാ അന്നദാനം കൗണ്ടർ എത്തിയിരിക്കുകയാണ്. കൗണ്ടറല്ല, ഒരു കൗണ്ടർ പോലെ തന്നെ ഇരുത്തിയാണ് കൊടുക്കുന്നത്, ഹാള് പോലെ. അങ്ങനെ ഇതാ ഈ നേരത്തെ ഇരുന്നവരെ ക്ലാസ്സൊക്കെ മറ്റേ പേപ്പറൊക്കെ മടക്കി കൊണ്ട് ഇതാ ചേട്ടനൊക്കെ പോകണം. ഒരുപാട് പേരുണ്ട്. എനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയിരിക്കുകയാണ്, കൊച്ചിരി പയ്യൻ എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ അവർ ഇലയിട്ട് തുടങ്ങിയിരിക്കുകയാണ്. എനിക്ക് കൊച്ചിലയാണ് കിട്ടിയത്. ഞാൻ അത് മാറ്റി വാങ്ങി വലിയ ഇല വാങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പച്ചടി വന്നിരിക്കുകയാണ്. ആദ്യം പച്ചടിയൊക്കെ വന്നു, സെറ്റ് തന്നെ. അത് കഴിഞ്ഞ് അവിയൽ വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അച്ചാർ വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇഞ്ചി വന്നിരിക്കുകയാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. ആ പയർ തോരൻ വന്നിരിക്കുകയാണ്. ഇത്രയും ഉള്ളൊരു അന്നദാനം ഈ ഏരിയയിലൊക്കെ കുറവാണ്. ആ പപ്പടം വന്നിരിക്കുകയാണ്. നല്ല കിടിലൻ പപ്പടം വന്നിരിക്കുകയാണ്. ആഹാ, പപ്പടവും ചോറൊക്കെ ആയിട്ടൊരു കീച്ചുണ്ട്. ഇനി അടുത്തത് വരുന്നത് ചോറാണെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിന് കാത്തിരിക്കുകയാണ്. അതിന് മുന്നേ എൻ്റെ പഴം തിന്നെയാണ് ഉള്ള ക്ലാസ് വന്നിരിക്കുകയാണ്. ക്ലാസ് കഴിക്കാൻ പയ്യന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അന്നദാനം സൂപ്പറാണ്. ചോറ് വന്നിരിക്കുകയാണ്. നല്ല ഭയങ്കരമായ നല്ല പരിപ്പും പരിപ്പ് എത്തിയിരിക്കുകയാണ്. ചോറും പരിപ്പും വന്നിരിക്കുകയാണ്. ചോറും പരിപ്പും നമ്മൾ കഴിക്കുകയാണ്. ഞാൻ ആ പയ്യനായിട്ട് കഴിക്കുകയാണ്. പയ്യന് ഇഷ്ടപ്പെട്ട്. പയ്യനായിട്ട് കൂട്ടായി കേട്ടോ, നല്ല പയ്യനാണെന്ന് തോന്നുന്നു. ഞാനും പരിപ്പൊക്കെ കൂട്ടി ചോറ് കഴിച്ച്. പരിപ്പൊക്കെ കഴിയാതെ വെള്ളം ഒഴിക്കാൻ വേണ്ടി ആ പയ്യന്മാർ വീണ്ടും വന്നിരിക്കുകയാണ്. അങ്ങനെ വെള്ളം സമയം കിട്ടും കേട്ടോ, വേറെ എവിടെ പോലെയല്ല. അങ്ങനെ അന്നദാനം ഫസ്റ്റ് റൗണ്ട് പരിപ്പും കൂട്ടി കഴിച്ചിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ റൗണ്ട് ചോറ് വീണ്ടും വന്നിരിക്കുകയാണ്. നല്ല കിടിലം സാമ്പാറുണ്ട്. നല്ല കുറുവി ഇരിക്കുന്നുണ്ട്. നല്ല സൂപ്പറായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാമ്പാർ കഴിഞ്ഞിട്ട് പായസവും വന്നിരിക്കുകയാണ്. എല്ലാം പെട്ടെന്നായിരുന്നു. പായസം അങ്ങനെ കുടിച്ചിരുന്ന് ഇനി ആ പയ്യൻ ഇനി അടുത്ത റൗണ്ട് ചോറ്, പായസം കുടിച്ചിട്ട് അടുത്ത റൗണ്ട് ചോറ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ പുളിശ്ശേരി മാത്രം വാങ്ങി ഒരു കുഴയും കുഴച്ചിട്ട് നമുക്കിനി ആ പയ്യനത്തിൽ ലൈവായിട്ടൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഊണ്. അങ്ങനെ ഇലയും മടക്കിയിട്ട് പയ്യ എങ്ങനെ ഉണ്ടായിരുന്നു ഊണ്? കൊള്ളായിരുന്നല്ല, സൂപ്പറല്ലേ? അങ്ങനെ പയ്യനതൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കയ്യവനൊക്കെ വന്നിരിക്കുകയാണ്. ഐദീനം കൈകഴുകി, ഞാനും കഴുകി, പെണ്ണും എല്ലാവരും കഴുകി. നമ്മളിതാ യാത്ര തിരിക്കുകയാണ്. ഞാൻ വണ്ടിയും കൊണ്ട് വന്ന് അങ്ങനെ അമ്മയും ഐശുവും എന്ന് വെച്ചാൽ ചേട്ടത്തെയും വൈഫൊക്കെ കയറിയിരിക്കുകയാണ്. സൂപ്പർ അന്നദാനമായിരുന്നു. എല്ലാവരും വരണം. നമ്മളെ ഏരിയയിൽ കിടക്കുന്നതിനും എല്ലാവരും അഭിപ്രായം കേട്ടോ. ഓക്കെ, അമ്മ വിസിയാണ്. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. സൂപ്പർ. ഇത് കൊള്ളാമോ അമ്മ? സൂപ്പർ. ഇത് മത്തടിച്ചിരിക്കുന്നത് കൊള്ളായിരുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.